ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പുതുതായി വാങ്ങിയ കുറച്ച് പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അതിൽ നമുക്ക് 1-2 പ്ലാന്റ്സ് ഇന്ന് നടാം. അതിൻ്റെ പോട്ടി മിക്സും അത് നടീൽ രീതിയും എല്ലാം നമുക്ക് കാണാവുന്നു. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിപ്പോൾ ഈ ചെടിയുടെ നല്ലൊരു പോട്ടി മിക്സാണ് ഇപ്പോൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചാണകപ്പൊടിയും പൂഴിയും ഗാർഡൻ സോയിലും എടുക്കുന്നുണ്ട്. ഗാർഡൻ സോയിൽ കുറവും പൂഴിയും ചാണകപ്പൊടിയും ഞാൻ കൂടുതലും ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഡൈഫൻബച്ചിയ കലാത്തിയാണ് ഞാനിപ്പോൾ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പൂഴിയും ചാണകപ്പൊടിയാണ് നല്ലോണം കൂടുതലായിട്ടും വേണ്ടത്. ഗാർഡൻ സോയിൽ കുറച്ച് കുറവും എടുക്കാം. ഞാനിപ്പോൾ ഇതിന് ഒരു പാത്രം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ അളവിൽ നമ്മൾ ചാണകപ്പൊടി എടുത്ത് അതേ അളവിൽ നമ്മൾ പൂഴി എടുത്തിട്ടുണ്ട്. ഞാൻ പൂഴി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഗാർഡൻ സോയിലും കൂടി ചേർക്കണം ഇതിൽ. ഇതിപ്പോൾ ഗാർഡൻ സോയിലാണ്. ഞാൻ കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. ഗാർഡൻ സോയിൽ മറ്റേ പൂഴിയുടെ അത്ര എടുത്തിട്ടില്ല. അതും കൂടി ഇട്ടു. ഇനി നമുക്കിത് മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. മിക്സാക്കുമ്പോൾ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർക്കണം. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. ഞാൻ ഈ വേപ്പിൻ പിണ്ണാക്കിൽ ചേർക്കുന്നുണ്ട്. വേപ്പിൻ പിണ്ണാക്കിന് വലിയ വളമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും കീടങ്ങളെല്ലാം നശിക്കാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അത് ചേർത്ത് ഇനി ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ചകിരിച്ചോറ് വേണ്ട കേട്ടോ. ഇതിന് ചകിരിച്ചോറ് നമ്മൾ ഒരിക്കലും ചേർക്കേണ്ട ആവശ്യമില്ല. ചാണകപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ചാണകപ്പൊടി കൂടിയത്ര ഇതിൽ പെട്ടെന്ന് വളരും, ചെടി നല്ലതാണ്. അതുകൊണ്ട് പൂഴി ആയതുകൊണ്ട് ചാണകപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടോളൂ. 1:1 തന്നെ ആക്കണം എന്നില്ല. ചാണകപ്പൊടി കൂടുതൽ എടുക്കാം. ഇത് കണ്ടോ, ഇത് ഗ്രാവൽസാണ്. ഞാൻ ഇവിടെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വീട് പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവർ പൂഴി അരിച്ചു മാറ്റുന്ന സമയത്ത് കളഞ്ഞ സാധനം ഞാൻ എടുത്തുകൊണ്ട് വന്നു. നമുക്കിതുപോലുള്ള ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഉള്ള ചെടികൾ നടാൻ ഇത് മിക്സാക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നിക്കൽ ഗ്രാവൽസ് നമ്മൾ എക്സ്ട്രാ ചേർക്കുക, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാത്ത ആറ്റുമണലാണെങ്കിൽ അതാ നല്ലത് നമ്മൾ ചേർക്കുന്നത്. ആരും പോവല്ലേ കേട്ടോ, ഞാനൊരു സൂത്രം കൂടി കാണിക്കാനുണ്ട് എനിക്ക്. ആരും ഫോൺ വെച്ചിട്ട് പോവല്ലേ, അല്ലെങ്കിൽ സ്കിപ്പാക്കല്ലേ. നമ്മൾ ഈ പ്ലാന്റാണ് ഇന്ന് നടാൻ പോകുന്നത്, കലാത്തിയ. ഇനി ഈ പോട്ടി മിക്സ് ചാണകപ്പൊടിയും പൂഴിയും ഗാർഡൻ സോയിലും ആണ് എടുത്തിരിക്കുന്നത്. കൂടെ ഞാൻ വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ട്. ഞാനിന് ബോൺ മീലും കുറച്ചിടും. പിന്നെ എപ്പോഴും പൂഴിയും ചാണകപ്പൊടിയും ഒരേ അനുപാതത്തിലെടുക്കാം. ചാണകപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കാം. ഗാർഡൻ സോയിൽ അത്ര തന്നെ വേണമെന്നില്ല. കാരണം വെൽ ഡ്രെയിൻ സോയിലാണ് ആവശ്യം. ഒരിക്കലും ചകിരിച്ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ള പോട്ടിൽ. ഞാൻ സ്വന്തം ഉണ്ടാക്കിയ പോട്ടിൽ ചെടി നടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്കിതിലേക്ക് നടാം. ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം, വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് ഞാൻ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പോട്ടാണ്. അതിന് ഞാൻ അക്രിലിക് പെയിൻറ്റ് കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹോൾസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് ആയതുകൊണ്ട് അധികം ചെളിയാവാണ്ട് നടണമെന്ന് എൻ്റെ ആഗ്രഹം. ഇപ്പം തന്നെ കുറച്ച് ചെളിയായി. ഇത് ഉപയോഗിച്ച് ഞാൻ ഹോൾസ് അടക്കാൻ പോവാണ്. ഇനി ഒരല്പം മിക്സിയിലേക്ക് ഇടാം. ഇത് ചെറിയ പോട്ടാണ്, ഒരുപാട് ഉള്ളിൽ സ്പേസ് ഉള്ള പോട്ടൊന്നുമല്ല. ഇനി ഞാൻ ഈ ബോൺ മീൽ കുറച്ചിലിടുന്നേ. കുറച്ച് ബോൺ മീൽ ഇടാൻ പോവുക. ഇനി ഞാനിതിനെ ഇത് അത്ര കണ്ട് സൂക്ഷിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് റൂട്ടെല്ലാം അങ്ങനെ വിട്ടുപോകുന്ന ടൈപ്പൊന്നുമല്ല. എന്നെ അഥവാ വിട്ടുപോയാലും ചത്തുപോകുമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മണ്ണെല്ലാം തട്ടിക്കളഞ്ഞിട്ടുണ്ട് ഞാൻ കുറേയെല്ലാം. കഴിയുന്നത്ര നമുക്ക് മണ്ണ് വേണ്ടെങ്കിൽ ചെടി വിട്ടുപോകരുതെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ മണ്ണും ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആക്കി. ഇനിയിപ്പോൾ ഞാനിതിനെ ഇതിലേക്ക് വെക്കാം.
നല്ല സെൻട്രലായിട്ട് ഞാൻ വെച്ചു. ഇനി പോട്ടിന് തട്ടാണ്ട്, കാരണം വൈറ്റ് പോട്ടായതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് ഞാൻ മണ്ണിടുന്നത് കേട്ടോ. ഇത് നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്ലാന്റും കൂടി നടാം. അതുപോലെ അതും ഞാൻ ഉണ്ടാക്കിയ പോട്ട് തന്നെയാണ്. അതിലേക്ക് ഞാൻ മറ്റൊരു പ്ലാന്റ് നട്ടിട്ട് നിങ്ങളെ കാണിക്കും. ഇത് കുറച്ച് സൂക്ഷിക്കാനുണ്ട്, മറ്റേ പ്ലാന്റ് പോലെയല്ല. ഇത് നിറയെ പൂഴിയായതുകൊണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകും. ഇതുപോലെയുള്ള ഓട്ട് കഷ്ണങ്ങൾ ഉണ്ടാവും അടിയിൽ, അല്ല എടുത്ത് മാറ്റണേ. ഞാൻ പ്ലാന്റ് മാത്രം പുറത്ത് കാണുന്ന തരത്തിൽ കഴിയുന്നത്ര ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പോട്ടി മിക്സ് നിറക്കാം. ഇനി ഞാനിതിൽ ലേശം ബോൺമീൽ ഇടാം. ബോൺമീൽ ഒന്നുമില്ല, അതിൻ്റെ വളർച്ച കുറച്ച് ഫാസ്റ്റ് ആക്കും. അതിനാണ് ഈ ബോൺമീൽ ഇടുന്നത്. കുറച്ചിട്ടാൽ മതി, അധികമൊന്നും വേണ്ട. ഫ്ലവറിങ് പ്ലാന്റ് ഒന്നും അല്ലല്ലോ. ഒന്ന് ചുറ്റും ഒന്ന് അമർത്തിക്കോളുക, പൂഴിയല്ലേ, നല്ല പെട്ടെന്ന് ലൂസായി പോകും. കണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം എന്ന് പറഞ്ഞത്. അത്ര വലിയ സൂത്രമൊന്നുമല്ല, എന്നാലും ഇനി നിങ്ങൾക്ക് ഇതിൽ കളർ പേബിൾസോ വൈറ്റ് പേബിൾസോ എന്താണെന്ന് പറഞ്ഞാൽ വെച്ച് ഇത് ഇൻഡോറിലോ സിറ്റ് ഔട്ടിലോ എവിടെ വേണമെങ്കിലും വെക്കാം. അതിനൊരു ഭംഗി വേറെ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ കൈകൊണ്ടുണ്ടാക്കിയ പോട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വെക്കുക. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഏതായാലും എനിക്കറിയാവുന്ന തരത്തിലൊരു പോട്ട് നിർമ്മിക്കുന്ന രീതി ഞാൻ അടുത്ത് തന്നെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.